യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിറ്റ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതായ ആ വാക്യത്തെ ആസ്പദമാക്കിയുള്ള വചനചിന്തയിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മെ എപ്രകാരം നയിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കൾ ആകുന്നു എന്നുള്ളത് കേവലം ആ ഒരു വാക്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കാതെ ആ വാക്യം നമ്മളോട് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഏതിലൊക്കെയാണ് ആത്മാവ് നമ്മെ നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നയിക്കപ്പെടൽ ഏതൊക്കെ കാര്യങ്ങളിലാണെന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പാക്കുവാൻ കഴിയുന്നത്. ആ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, അതേ കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ കൂടുതൽ അത് വളരെയധികം സന്തോഷകരവും നമുക്ക് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം കൂടുതൽ ആസ്വാദ്യകരമായി തീരുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട വഴികളിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗമായി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. നോക്കൂ, ഈ വാക്യം വളരെയധികം പ്രധാനപ്പെട്ട വാക്യമാണ്. ഈ വാക്യത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതായ രൂപാന്തരമാണ്. സാധാരണയായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ബാഹ്യമായ തലത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നെങ്കിൽ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ അതൊരു അഭിനയമാകാം, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ളതും ആകാം. നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ളതും ആകാം എന്ന് പറയുമ്പോൾ ആത്മാർത്ഥതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതായ സ്വഭാവം എന്നുള്ളതാണല്ലോ. ഒരാൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക. കേവലം ഏതെങ്കിലും ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ഒരാൾ നമുക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു, അങ്ങനെയല്ലേ? കേവലം അത് ഏതെങ്കിലും ബാഹ്യമായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് എങ്കിൽ നമ്മളതിനെ ഒരിക്കലും ആത്മാർത്ഥമായി കാണുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളിൽ ആദ്യം തന്നെ ആന്തരികമായ ഒരു രൂപാന്തരം സംഭവിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത എടുത്തു പറയുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നത്. കർത്താവ് എപ്പോഴും അങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളതും. നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിലും വായിക്കാൻ കഴിയുന്നുണ്ട്, ദൈവം മനുഷ്യൻ്റെ അകമാണ് നോക്കുന്നത്, പുറമല്ല ദൈവം നോക്കുന്നത്. അവൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്, മറിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ എങ്ങനെയുള്ളവനാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഈ ആന്തരികമായ രൂപാന്തരത്തെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. പക്ഷെ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, ഈ ഉത്സവം എന്ന് പറയുന്നത് കൂടാര പെരുന്നാളാണ്. ഇസ്രയേലികളായ ആളുകൾ അവർ അവരുടെ പ്രധാനപ്പെട്ട ദേവാലയമായ യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വരും. അവിടെ വന്ന് അവർ ഈ കൂടാര പെരുന്നാൾ ആചരിക്കും. ഈ കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് മരുഭൂമിയിൽ തങ്ങളുടെ പിതാക്കന്മാർ വെള്ളമില്ലാതെ ഭാരപ്പെട്ട സമയത്ത് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതകരമായ നിലയിൽ അതേ പാറയെ പിളർന്നൊക്കെ ജലം കൊടുത്തതായ ആ അനുഭവത്തെ അവർ കൊണ്ടാടുവാൻ, അതിനെ സെലിബ്രേറ്റ് ചെയ്യുവാൻ, അതിനെ ഓർക്കുവാൻ ആണ് ഈ കൂടാര പെരുന്നാൾ അവിടെ അവർ ചെയ്യുന്നത്. ഏതാണ്ട് 8 ദിവസങ്ങളാണ് അവർ കൂടാര പെരുന്നാൾ ആചരിക്കുന്നത്. എന്നാൽ അതിൽ 7 ദിവസങ്ങൾ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അടുത്തുള്ള ശിലോഹം കുളത്തിൽ നിന്നും സ്വർണ്ണക്കലങ്ങളിൽ വെള്ളമെടുത്തിട്ട് അവർ ആ വെള്ളം ദേവാലയത്തിൻ്റെ അൾത്താരയിൽ ഒഴിക്കുകയും ആ വെള്ളം ഒഴുകി ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളത് ആണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ 8-ാമത്തെ ദിവസം ഇങ്ങനെ വെള്ളം ഒഴുക്കിയില്ല. 8-ാമത്തെ ദിവസം ദൈവം അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുചെന്നു. അതുകൊണ്ട് ഇനി പാറയിൽ നിന്നുള്ള വെള്ളം അല്ല, മറിച്ച് പാലും തേനും ഒഴുകുന്നതായ
വാഗ്ദത്ത ദേശത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ 8-ാമത് ദിവസം വെള്ളമൊഴിക്കാതെ അവർ ആലയത്തിൽ പ്രാർത്ഥനയാലും അതേപോലെ തന്നെ ദൈവത്തോടുള്ള നന്ദികൾ അർപ്പിച്ചുകൊണ്ട് അവർ തുടരും. ഈ ഒരു സന്ദർഭത്തിലാണ് കർത്താവ് യേശുക്രിസ്തു ഒടുക്കത്തെ നാളിൽ 8-ാം ദിവസം ആ ദേവാലയത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട്, ഒരുപക്ഷെ അതിൻ്റെ കോർട്ട്യാർഡിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു ഉറക്കെ വിളിച്ചു പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. വാസ്തവത്തിൽ ആ 8-ാം ദിവസം മരുഭൂമിയിൽ വെള്ളം ഒഴുകുന്നതിനെക്കുറിച്ചുള്ള സ്മരണയില്ല, മറിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചു എന്നുള്ള ഒരു സ്മരണയും സന്തോഷവുമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ആ വെള്ളത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിന്നു പോകുമ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, അതേ ജീവജലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ഇവിടെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ജനത്തിന് കൊടുക്കുകയാണ്. ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണമേ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. അതിൻ്റെ അർത്ഥം ദാഹിക്കുന്നവരായ ഇസ്രയേലിയർ എൻ്റെ അടുക്കൽ വരട്ടെ എന്നല്ല യേശു പറയുന്നത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ള ആളുകൾ, അതേ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ബ്രൗണിഷ് കളർ ഉള്ളവനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഇന്ത്യക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ഏഷ്യക്കാരനെന്നോ ഒന്നുള്ള യാതൊരു വ്യത്യാസമില്ലാതെ യേശുക്രിസ്തു ഒരു ജനറൽ എക്സോട്ടേഷൻ അവിടെ ആൾക്കാർക്ക് കൊടുക്കുന്നു. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്തിനാണ് ദാഹിക്കുന്നവനെ ഇവിടെ കർത്താവ് വിളിക്കുന്നത്? ദാഹത്തിൻ്റെ പ്രത്യേകത നമ്മളിൽ എന്തോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ലേ ദാഹം സൂചിപ്പിക്കുന്നത്? അതേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൂന്യതയല്ലേ ദാഹം സൂചിപ്പിക്കുന്നത്? ഇന്നും ആളുകൾ ദൂരേക്ക് പുണ്യ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാൻ പോവുകയോ അല്ലെങ്കിൽ പുണ്യ ദേവാലയങ്ങൾ എന്ന് പറയുന്നതായ സ്ഥലങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മലയിലേക്കൊക്കെ മനുഷ്യൻ പോവുകയൊക്കെ ചെയ്യുന്നത് അത് അവൻ്റെ ദാഹത്തെ കാണിക്കുന്നു, അത് ആത്മീയ ദാഹത്തെ കാണിക്കുന്നു. പക്ഷേ യേശുക്രിസ്തു എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ യെരുശലേമിൽ വന്നല്ല നിങ്ങളുടെ ദാഹം തീർക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ ദാഹം തീർക്കുവാനുള്ള ഏക പരിഹാരം നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുക എന്നുള്ളതാണ്. എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുക. ഇതാണ് കർത്താവ് അന്നും ആഹ്വാനം ചെയ്യുന്നത്, ഇന്നും ആഹ്വാനം ചെയ്യുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏത് വലിയ ആത്മീയ ദാഹത്തിന് പരിഹാരം യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അടുത്തു വരിക എന്നുള്ളതാണ്. യേശുക്രിസ്തു തന്നിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. എന്നിട്ട് യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. നോക്കൂ, തൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ യേശു ഉദ്ദേശിക്കുന്നത് തന്നിൽ വിശ്വസിക്കട്ടെ എന്നുള്ളതാണ്. തന്നിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർ അവരുടെ ഹൃദയത്തിൽ ആ യേശുക്രിസ്തുവിനുള്ള സിംഹാസനം അവർ ക്രമീകരിക്കും. കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അതേ പ്രവാചക പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നു, സിംഹാസനത്തിൽ നിന്നും വെള്ളം പൊട്ടി പുറപ്പെട്ടു എന്നുള്ളത്. അതേ ഈ ജീവന്റെ ജലം തന്നിൽ വിശ്വസിക്കുന്നവരായ ആളുകളുടെ ഉള്ളിൽ നിന്നും അത് ഒഴുകുവാനിടയായിത്തീരും. ദൈവത്തിന് സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ നാം ഇട്ടുകൊടുക്കുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്നും ആ വെള്ളം ഒഴുകുവാനിടയായിത്തീരും. മറ്റ് ചില ഭാഷാന്തരങ്ങളിൽ പറയുന്നത് ഔട്ട് ഓഫ് ദർ ബെല്ലീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അവരുടെ വയറിൽ നിന്നും ഈ വെള്ളം ഒഴുകുവാനിടയായിത്തീരും. എന്നിട്ട് അവിടെ തന്നെ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. നോക്കൂ, ഈ കുടിക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അർത്ഥം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു വലിയ നന്മയാണ് ആത്മാവെന്നതായ ആ നന്മ, പരിശുദ്ധാത്മാവാകുന്ന നന്മ. അത് എന്താണ് നമ്മൾ ചെയ്യുക? നമ്മിൽ നിന്നും അത് ഒരു നദി പോലെ ഒഴുകും. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നദികൾ ഒഴുകുമെന്നാണ്. നമ്മളിൽ നിന്നും നദികൾ ഒഴുകും എന്ന് പറഞ്ഞാൽ അനേകരെ രൂപാന്തരപ്പെടുത്തുന്നതായ നിലയിലുള്ള ആ ആത്മീകമായ പകർച്ച, അതേ ആ ജീവന്റെ അനുഭവം, അതിൻ്റെ സമൃദ്ധിയുടെ അനുഭവം നമ്മളിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ ഇതുണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആന്തരിക രൂപാന്തരത്തിലൂടെ. അപ്പോൾ ആന്തരിക രൂപാന്തരം എങ്ങനെ സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നതിലൂടെ ഈ ആത്മീക രൂപാന്തരം നമ്മളിൽ സംഭവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വ്യക്തി ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവൻ എത്തുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അവർ ഒരിക്കലും നിരാശരായിട്ട് മാറുകയില്ല, മറിച്ച് ജീവിതത്തിൽ പ്രത്യാശയുടെയും
അതേ അവരുടെ ജീവിതത്തിൽ തണുപ്പിൻ്റെയും അനുഭവങ്ങൾ, കൂടുതൽ ആശ്വാസത്തിൻ്റെയും അനുഭവങ്ങൾ അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോരുത്തരും നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മീക രൂപാന്തരം ചെയ്യുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കുന്നവരായ ആളുകളുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് നമ്മളുടെ സ്വഭാവത്തെയും അതേപോലെ തന്നെ നമ്മളുടെ ധാർമ്മികതകൾ കർത്താവ് യേശുക്രിസ്തുവിനെ പോലെയും ആക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ആത്മാവിൽ ആരാധിക്കാനൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് എന്നുള്ളതും തീർച്ചയായിട്ടും അതുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇദം പ്രഥമമായ ലക്ഷ്യം. അത് കേവലം നമ്മെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് അനേകരിലേക്ക് ഈ നദികൾ ഒഴുകി ചെല്ലുവാൻ, അതെ അനേകർക്ക് ഈ നദി മൂലമുള്ള ആ മാനസാന്തരവും ആ രൂപാന്തരവും ക്രിസ്തുവിൻ്റെ ആ ധാർമ്മികത പോലെയുള്ള ആ ധാർമ്മികതയിലേക്ക് അവരെ കൊണ്ടുവരുവാനുമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവിനെ ദൈവം ഒഴുക്കുന്നത്. ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരും ആഹ്വാനം ചെയ്യുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരായ ആളുകൾ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഇല്ലാത്തവരായ ആളുകളായിരിക്കാം. നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ പാരമ്പര്യമായിട്ട് അറിയുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കുന്നു. പക്ഷേ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാനോ ആ വിശ്വാസം മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നിങ്ങളെ ദൈവമക്കളാക്കി തീർത്ത് ക്രിസ്തുവിലുള്ള ഒരു ജീവിതത്തിലൂടെ നിങ്ങളെ നയിക്കാത്ത അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. എന്നാൽ ഈ അനുഭവത്തിലേക്ക് വന്ന ആളുകൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തയോ വചനത്തിൻ്റെ ധ്യാനമോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാനും ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കുവാനും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നദികൾ ഒഴുകുമെന്നും അത് പുറത്തേക്ക് പോയി അനേകർക്ക് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം പ്രാപ്തമായി തീരുമെന്നും ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതും, അതേ നമുക്ക് ഒരുമിച്ചുള്ള ആത്മീയ സഹകരണം ഉണ്ടാകുവാനും കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.